നമസ്കാരം, ടെസ്ല ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് യൂണിവേഴ്സൽ മോട്ടറിനെ കുറിച്ചാണ്. യൂണിവേഴ്സൽ മോട്ടറിന്റെ പ്രത്യേകത വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ AC കറണ്ടിലും DC കറണ്ടിലും പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതായത് ആൾട്ടർനേറ്റീവ് കറണ്ടിലും ഡയറക്റ്റ് കറണ്ടിലും ഒരുപോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ് യൂണിവേഴ്സൽ മോട്ടർ. മറ്റൊരു പ്രത്യേകത, നമ്മുടെ എല്ലാം വീടുകളിൽ യൂണിവേഴ്സൽ മോട്ടർ ഉപയോഗിക്കുന്നുണ്ട്. വീടുകളിൽ ഏത് മെഷീനിലാണ് ഈ ടൈപ്പ് മോട്ടർ ഉപയോഗിക്കുന്നതെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. അറിയില്ലാത്തവർക്ക് വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം വീടുകളിൽ എവിടെയാണ് യൂണിവേഴ്സൽ മോട്ടർ ഉപയോഗിക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഈ മോട്ടർ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, മോട്ടറിൻ്റെ ബോഡി മുഴുവനായിട്ട് മൂവ് ചെയ്യുന്നത് കണ്ടോ. ഇതിൻ്റെ പ്രധാന കാരണം യൂണിവേഴ്സൽ മോട്ടർ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഉള്ളതുകൊണ്ടാണ്. അതായത് ഈ യൂണിവേഴ്സൽ മോട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. അതുകൊണ്ടാണ് ആ ബോഡി മൊത്തത്തിലും റൊട്ടേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ മോട്ടറിൻ്റെ മാക്സിമം RPM-ലേക്ക് അത് എത്തുന്നത്. മാക്സിമം RPM-ലേക്ക് എത്തുന്നത് നോ ലോഡിലായാലും ലോഡഡ് കണ്ടീഷനിലായാലും ഇതിൻ്റെ മാക്സിമം RPM-ലേക്കാണ് ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എത്തുന്നത്. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. യൂണിവേഴ്സൽ മോട്ടറിന് ആർമേച്ചർ, ഫീൽഡ് കോയിൽ, കാർബൺ ബ്രഷ്, ബോൾ ബെയറിംഗ് എന്നീ പാർട്സുകളാണ് മെയിനായിട്ടും യൂണിവേഴ്സൽ മോട്ടറിനുള്ളത്. ഒരു DC സീരീസ് മോട്ടറുമായിട്ട് വളരെ സിമിലാരിറ്റി ഉണ്ട് ഇതിന് മോട്ടറിന്. അതുകൊണ്ട് ഇതിനെ ഒരു AC സീരീസ് മോട്ടർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ മോട്ടർ ഒന്ന് അഴിച്ച് ഇതിൻ്റെ പാർട്സുകൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം കാർബൺ ബ്രഷ് ഹോൾഡർ ഇതിൻ്റെ ലോക്ക് അഴിക്കണം. ഈ ലോക്ക് അഴിക്കുമ്പോൾ തന്നെ കാർബൺ ബ്രഷ് പുറത്തേക്ക് വരുന്നത് കാണാം. കാർബൺ ഒരു നല്ല കണ്ടക്ടറാണ്. അതുകൊണ്ടാണ് ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ തേയ്മാനം കുറയ്ക്കാനും കണ്ടക്ടിവിറ്റി കറക്റ്റായിട്ട് കിട്ടുവാനായിട്ടാണ് കാർബൺ ബ്രഷ് ഉപയോഗിക്കുന്നത്. യൂണിവേഴ്സൽ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ കാർബൺ ബ്രഷിനാണ് തേയ്മാനം ഉണ്ടാകുന്നത്. DC സപ്ലൈയിൽ ഒരു സാധാരണ സീരീസ് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഈ മോട്ടർ ഈ DC സപ്ലൈയിലും. യൂണിവേഴ്സൽ മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ തേയ്മാനം വരുന്നത് കാർബൺ ബ്രഷിനാണ് തേയ്മാനം വരുന്നത്. കാർബൺ ബ്രഷ് തേയുന്നതിനനുസരിച്ച് ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ ഉള്ളതുകൊണ്ട് കാർബൺ ബ്രഷിനെ ഉള്ളിലേക്ക് തള്ളി കമ്മ്യൂട്ടേറ്ററിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ കാർബൺ ബ്രഷിൻ്റെ പുറകിൽ ഈ സ്പ്രിങ് കൊടുക്കുന്നത്. യൂണിവേഴ്സൽ മോട്ടർ DC സപ്ലൈയിൽ ഒരു സാധാരണ സീരീസ് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്. DC സീരീസ് മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് DC സപ്ലൈയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത്. AC സപ്ലൈയിലുള്ള പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഹാഫ് സൈക്കിളും വൈദ്യുതിയുടെ ഡയറക്ഷൻ മാറുന്നു. രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഒരേ സമയം ഡയറക്ഷൻ മാറുന്നതിനാൽ മോട്ടറിൽ ഉണ്ടാകുന്ന ഫോഴ്സും അതുവഴിയുള്ള ഡയറക്ഷനും ഒരേ ദിശയിൽ തന്നെ നിലനിൽക്കും. യൂണിവേഴ്സൽ മോട്ടറിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ഈ ഫീൽഡ് കോയിലിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. അതായത് വൈൻഡിങ്ങിൽ തന്നെ ടാപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ മാർഗം ഗിയർ ബോക്സ് ഉപയോഗിച്ചിട്ട്, ചെറിയ ഗിയറുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് അത്രയും ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ട, സ്ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണ്ട സിറ്റുവേഷൻസിൽ നമുക്ക് ഗിയർ ഉപയോഗിച്ചോ വൈൻഡിങ്ങിൽ ടാപ്പ് ഉപയോഗിച്ചോ ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ, വീടുകളിലും യൂണിവേഴ്സൽ മോട്ടോർ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് വീഡിയോയുടെ ആദ്യം നമ്മൾ പറഞ്ഞു. മെയിനായിട്ട് നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഫുഡ് മിക്സർ അല്ലെങ്കിൽ മിക്സിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാക്യൂം ക്ലീനർ, ഡ്രിൽ മെഷീൻ എന്നിവയിലേക്കാണ് യൂണിവേഴ്സൽ മോട്ടോർ ഉപയോഗിക്കുന്നത്. മിക്സർ ഗ്രൈൻഡറിലൊക്കെ ഉപയോഗിക്കുന്ന യൂണിവേഴ്സൽ മോട്ടർ തന്നെ ചില മോട്ടറുകളിൽ ഇതുപോലെ ബെയറിംഗ് ആയിരിക്കില്ല, ബുഷുകളായിരിക്കും ഉപയോഗിക്കുന്നത്. ഈ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ബുഷുകളായിരിക്കും, ബെയറിംഗ് ആയിരിക്കില്ല. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ
കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഇതൊക്കെ ആയിട്ട് കമ്പനികൾ ബുഷാണ് കൊടുക്കുന്നത്. ബുഷ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, മോട്ടർ നല്ല രീതിയിൽ വർക്കാവും. ബെയറിങ് കൊടുത്ത് കഴിഞ്ഞാൽ 1000 വാട്ട്സിലൊക്കെ ഹെവി ലോഡ് എടുക്കുന്ന മെഷീനുകളിലൊക്കെയാണ്, മോട്ടറുകളിലൊക്കെയാണ് ബെയറിങ്ങുകൾ സാധാരണ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഒരു ഡിസഡ്വാൻറ്റേജ് ഹൈ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് സൗണ്ടായിരിക്കും. ഭയങ്കര സൗണ്ടായിരിക്കും ഈ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ മിക്സിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ല സൗണ്ടുണ്ട്. അതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ വല്ല പ്രശ്നം, നല്ല രീതിയിൽ ഇതിൻ്റെ ഈ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഈ സൈഡിലെ ബ്രഷും ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ മുട്ടുന്ന ആ പോർഷനിൽ നല്ല സ്പാർക്കായിരിക്കും, നല്ല രീതിയിൽ സ്പാർക്ക് അടിക്കും. പിന്നെ ഈ മെഷീൻ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നല്ല രീതിയിൽ സ്പാർക്ക് അടിച്ച് വൈബ്രേഷൻ സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആർമേച്ചർ ഡാമേജ് ആയിരിക്കും. അത് ഗ്രൗളറിലൊക്കെ വെച്ച് ചെക്ക് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നമുക്ക് പ്രൈമറി കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പം. ഭയങ്കര സൗണ്ടായിരിക്കും. അതല്ലെങ്കിൽ അഴിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര സ്പാർക്കായിരിക്കും. ആ സ്പാർക്ക് വരുന്ന പോർഷനിൽ ഈ ആർമേച്ചർ കംപ്ലൈൻ്റ് ആയിട്ട് വല്ലാത്ത രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ സൗണ്ടും തീ പോലെ ഇങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്ത ഭാഗം, അത് കമ്മ്യൂട്ടേറ്റർ കാണാൻ പാടില്ലാത്ത രീതിയിൽ തീ പോലെ ഉണ്ടാവും. അതുമായിരിക്കും എൻ്റെ മെയിൻ പ്രശ്നം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് യൂണിവേഴ്സൽ മോട്ടറിനെ കുറിച്ച് പ്രൈമറി നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് വരാം. താങ്ക്